എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഗുരുവിൻ്റെ രാശിമാറ്റം കർക്കിടക രാശിക്ക് എങ്ങനെയാണെന്നുള്ളതിനാണ്. പക്ഷേ കർക്കിടക രാശിക്ക് കുറച്ച് ഭേദപ്പെട്ട സമയം തന്നെയാണ് ഈ ഒരു വർഷം കേട്ടോ. അതായത് 11-ലാണ് ഗുരു വരുന്നത്. കർക്കിടകം 11-ലാണ് ഗുരു വരുന്നത്. ഇവിടെ കേതുണ്ട്, പക്ഷേ ഇവിടെ 11-ാം ഭാവത്തിൽ ഗുരു വരുന്നുണ്ട്. അപ്പോൾ 11 എന്ന് പറയുന്നത് ലാഭം തന്നെയാണ് അല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നോക്കുന്ന ഭാവങ്ങൾക്ക് നമുക്കൊരു ഇത് കൊടുക്കണം. അപ്പം നോക്കുമ്പോൾ 5-ാമത്തെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ 1 അപ്പം നോക്കുന്നത് രാശിയുടെ 3-ല് 5-ല് 7-ല് അങ്ങനെ വേണം എടുക്കാം. ഗുരുവിൻ്റെ 5-ാമത്തെ ദൃഷ്ടി, 7-ാമത്തെ ദൃഷ്ടി, 9-ാമത്തെ ദൃഷ്ടി. പക്ഷേ രാശിക്ക് 3-ല് 5-ലും 7-ലും അങ്ങനെ എടുക്കണം. അപ്പോൾ പക്ഷേ നല്ല ഫലങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ചരരാശിയാണ്. അപ്പോൾ ചരരാശിക്ക് 11-ാം ഭാവം ബാധകാസ്ഥാനമാണ്. അപ്പം ആ ബാധകാസ്ഥാനത്താണ് ഗുരുഭഗവാൻ നിൽക്കുന്നത്. 6-ൻ്റെയും 9-ൻ്റെയും അധിപതിയായ ഗുരു നിൽക്കുന്നത് ബാധകാസ്ഥാനത്താണ്. അപ്പോൾ അതിൻ്റെ ചില വിഷമതകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തരത്തിലും, കാരണം 5-ാം ഭാവത്തിന് നോക്കുന്നത് കൊണ്ട് ആഗ്രഹം ഉണ്ടാവാം. കാരണം ആഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ സ്വന്തം പ്രയത്നം, ചിന്ത, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ 5-നെ കൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് നമ്മളെ ഭാഗ്യം ഒക്കെ 5-ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ആശയുണ്ട് അല്ലേ. ആ ആശ എന്നുള്ളത് ആഗ്രഹം എന്നുള്ളത് അത്യാഗ്രഹമായിട്ട് മാറാൻ പാടില്ല. ഇപ്പോൾ ഒരു എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ക്ലയൻസ് കുറേ വരുന്നു എന്ന് വെച്ചോളൂ. കാരണം 7-നെ നോക്കുന്നത് കൊണ്ട് പിന്നെ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ എതിർ ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് വരാനുള്ള ഒരുപാട് കസ്റ്റമേഴ്സെല്ലാം കിട്ടാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ തുടക്കത്തിലെ കുറച്ച് ആൾക്കാർ വരും എന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഈ ഒരു വർഷം ഫുള്ള് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റ്സ് ഒക്കെ നിറയെ വാങ്ങി വെക്കുക, അതൊന്നും വേണ്ട. ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ആഗ്രഹം സാരമില്ല, പക്ഷെ അത്യാഗ്രഹം പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ബാധകാസ്ഥാനത്തായതുകൊണ്ട്. അങ്ങനെ അല്ലാത്ത വർഷത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഈ വർഷം ഫുള്ള് നല്ലതായിരിക്കുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ ബാധകാസ്ഥാനമായതുകൊണ്ട് ആഗ്രഹം മാത്രമേ പാടുള്ളൂ, അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തിനും ആഗ്രഹിക്കാം, പക്ഷെ കുറച്ച് കൂടുതൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹിക്കാൻ പാടില്ല, അത്യാഗ്രഹം പാടില്ല എന്ന് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഈ ബാധകാസ്ഥാനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പം ആൾക്കാർ വരവ് കുറവാണെങ്കിൽ അത് നഷ്ടമായി പോകില്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പം 3-നെ നോക്കുന്നതുകൊണ്ട് സക്സസ് ഉണ്ട്, വീര്യം, വിജയം ഒക്കെ ഉണ്ട്. അതുപോലെ ബൈക്ക് മാറ്റുക, അല്ലെങ്കിൽ 2 വീലേഴ്സ് കൊടുത്തിട്ട് മാറ്റി വാങ്ങുക, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ പുതിയത് വാങ്ങുക. 3-ാം ഭാവം എന്ന് പറയുന്നത് മെക്കാനിക്ക് ഷെഡ്, പിന്നെ ബൈക്ക്, സ്കൂട്ടർ, അതിനെയൊക്കെയാണ് 3-ാം ഭാവം പറയുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്. ഉള്ളവർക്ക് അതിനെ മാറ്റിയിട്ട് വാങ്ങാം, ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് കിട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ 5-നെ നോക്കുന്നത് കൊണ്ട് കുട്ടികൾ ഇപ്പോൾ ജനിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതിന് തക്കവണ്ണം കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി 5 പറയുന്നത് ഹയർ സ്റ്റഡീസാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി പണം ചിലവാക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകാം. ഗുരുവല്ലേ, അതുകൊണ്ട് കാരണം പിന്നെ നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ഒരു പക്ഷേ ഇവർക്കാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ നല്ല സമയമാണ്. പിന്നെ നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും കേസ് വഴക്ക് അങ്ങനെ ഉള്ളതാണെങ്കിൽ അതൊക്കെ കുറച്ച്
അതായത് അതൊരു ജയം കിട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ പക്ഷേ കേതു ഇവിടെ 3-ൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റേതാ കേതു 3 ഞാൻ പഠിച്ചത് കേതുവും രാഹുവും കേതുക്കളുടെ ദൃഷ്ടിയിൽ നിന്നല്ല, അവർ വന്ന് 2 പിന്നെ 11-നെയും 3-നെയും ആ രാശികളെ കൺട്രോൾ ചെയ്യുമെന്നുള്ളതാണ്, അവരെ കസ്റ്റഡിയിലാക്കുമെന്നുള്ളതാണ്. അപ്പോൾ കേതു ഇവിടെ നിൽക്കുമ്പോൾ ചന്ദ്രനെയും ഇവിടെ പിന്നെ കർക്കിടകത്തിനെയും നോക്കുന്നു, രാശിയെ നോക്കുന്നുണ്ട്, അതുപോലെ വൃശ്ചിക രാശിയെ നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊരു കേതു ചില തടസ്സങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പിന്നെ വിവാഹം നടക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ വിവാഹം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പിന്നെ IVF ട്രീറ്റ്മെൻറ്റ് വഴി കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സമയമാണ്. പക്ഷേ അത് നിങ്ങൾ ഏതെങ്കിലും അസ്ട്രോളജറുടെ അടുത്ത് കൊണ്ടുപോയി ഇപ്പം സമയമാണോ, എനിക്ക് ശരിക്കും എൻ്റെ ജാതകത്തിൽ കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ നോക്കിയിട്ട് വേണം അത് തീരുമാനപ്പെടുത്താൻ. കാരണം ഇപ്പോൾ അസ്ട്രോളജറുടെ അടുത്ത് പോയിട്ട് അവരൊരു സമയം കുറിച്ച് കൊടുത്താലും ആ സമയം ആ ഡോക്ടേഴ്സ് അത് കറക്റ്റായി പരിഗണിക്കുന്നുവെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രശ്നങ്ങളാവും. പക്ഷേ പല ലക്ഷങ്ങൾ ചിലവാകുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് അത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഈ കാര്യം ചെയ്യണം. ഓക്കെ? കാരണം ഒരുപാട് കാശ് ചിലവാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ 9-ൻ്റെയും അധിപതിയാണ് ഗുരുവാണ് 11-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കുംഭാഭിഷേകം, കോവിൽ, അമ്പലങ്ങളൊക്കെ കെട്ടി ആ ക്ഷേത്ര പണികളിലൊക്കെ പങ്കെടുക്കാനോ, ഇവർ തന്നെ അതിന് സ്ഥലം കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇത് എന്താ പറയണേ, മുന്നിൽ നിന്ന് നടത്താനോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുംഭാഭിഷേകമൊക്കെ നടത്താനോ ഒക്കെ ഉള്ള ഒരു സമയമാണിപ്പോൾ. അതുപോലെ കുട്ടികളുടെ പഠിപ്പിന്, ഹയർ സ്റ്റഡീസിന് വേണ്ടി പണം ചിലവാക്കാം. അതായത് 7 എന്ന് പറയുമ്പോൾ 2ാമത്തെ കുട്ടിയാണ്, 5 ആദ്യത്തെ കുട്ടി, 7 5ാമത്തെ. അപ്പോൾ മൂത്ത കുട്ടിക്കും ഇളയ കുട്ടിക്കും പഠിപ്പിനുള്ള പണം ചിലവാക്കാനുള്ള ഇത് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ? അപ്പോൾ നമ്മളിപ്പോൾ 6 എന്നുള്ളത് കടമാണ്. 6 എന്നുള്ളത് ഗുരുവിന് 6-ൻ്റെയും 9-ൻ്റെയും അധിപതിയാണ് 11 നിൽക്കുന്നത്. അപ്പോൾ 6ഉം 11ഉം വരുമ്പോൾ 6 എന്നുള്ളത് കടമാണ്, 11 എന്നുള്ളത് വലുതാണ്. അപ്പോൾ വലിയ കടം വാങ്ങാതെ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ അതാണ് ഞാൻ ആശ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 6ഉം 11ഉം കണക്റ്റായി വരുന്നത് കൊണ്ട് 6 എന്നുള്ളത് കടമായിട്ടും 11 എന്നുള്ളതും വലുതായിട്ടും കാണിക്കുന്നത്. അപ്പം വലിയ വലിയ കടങ്ങൾ പോയി കുട്ടികളൊക്കെ ഫോറിനൊക്കെ അയക്കാനൊക്കെ ഉള്ള തീരുമാനമുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. കാരണം വലിയ കടമായ അതൊരു ബാധ്യതയായിട്ട് മാറാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. ഓക്കെ? പിന്നെ അതായത് നമുക്ക് 5 എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. പിന്നെ അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മണി കിട്ടുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ ആക്കുകയാണ് ചെയ്യേണ്ടത്. സ്വത്തുക്കൾ വാങ്ങിയോ ഗോൾഡ് അങ്ങനെയൊക്കെ വാങ്ങി അതൊരു സേവിങ്സ് പോലെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 11-ലല്ലേ ലാഭസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ നോക്കുന്ന ഭാവത്തിനൊക്കെ വളർച്ച കൊടുക്കും. എക്സ്പാൻഷനാണ്. മനസ്സിലായില്ലേ? അപ്പം നല്ലതോ ചീത്തയോ എവിടെ നോക്കുന്നോ ആ ഭാവത്തിനെ എക്സ്പാൻഷൻ ആക്കി കളയും. അപ്പോൾ ആ ഗ്രോത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നല്ലതേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ 11 ആയതുകൊണ്ട് മൂത്ത സഹോദരങ്ങളെ കുറിക്കുന്നതാണ് 11. അപ്പോൾ മൂത്ത സഹോദരങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ആദരവുണ്ടാവും. അതുപോലെ 3-നെ നോക്കുന്നുണ്ട്, ഇളയ സഹോദരങ്ങളെ കൊണ്ടും പ്രയോജനമുണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ത് തന്നെയായാലും കേതു ഇവിടെ 3-ൽ നിൽക്കുന്നുണ്ട്. ഒരു ചിന്തയിലൊരു കുഴപ്പം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എപ്പോഴും. എല്ലാം നടന്നു കഴിഞ്ഞാലും പിന്നെ ശരിക്കും നടന്നു പോകും, ഒരു പ്രശ്നമില്ലാതെ നടന്നു പോലെ. ഇവർക്ക് ആകപ്പാടെ ഒരു ആദിയായിരിക്കും എല്ലാം ശരിക്കും നടക്കുമോ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു അങ്കലാപ്പായിരിക്കും അത് ശരിക്കും നടന്നു കഴിയുമോ എന്നുള്ളത്. പക്ഷേ സ്മൂത്തായിട്ട് നടക്കുമെന്നും വിശ്വസിച്ചാൽ മതി കേട്ടോ. ആദിയിലിരുന്ന ആവശ്യമില്ല. അപ്പോൾ 9-ഉം 6ഉമാണ്. അപ്പോൾ 9 കാണിക്കുമ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങുക, അച്ഛൻ പറയുന്നത് പോലെ അനുസരിക്കുക, അതായത് പിതാവിനെ അനുസരിക്കുക. അതുപോലെ 9 എന്ന് പറഞ്ഞാൽ ഗുരുനാഥനെ അനുസരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് പരിഹാരം. വേറെ പരിഹാരമൊന്നും പറയുന്നില്ല. പിന്നെ 5-നെ നോക്കുന്നുണ്ട്. അസ്ട്രോളജേഴ്സ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ അസ്ട്രോളജേഴ്സ് കാണുമല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം തന്നെ 1-2 പേരോടത്ത് കാണിച്ച് അവർക്കൊരു ദക്ഷിണ കൊടുക്കാം, എന്തെങ്കിലും ചെയ്യും. അതും ഒരു നല്ലത് തന്നെയാണ്. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ 5-നെ നോക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ഒരു പരിഹാരം. ഓർഫനേജിലുള്ള കുട്ടികൾക്ക് ബുക്സ്, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം ഗുരുവായൂരിൻ്റെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കാം. ഇഷ്ടമുള്ള
ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കുക. അവർക്ക് ബുക്സോ എന്ത് വേണമെങ്കിലും, കുട്ടികളല്ലേ, അത് കളിപ്പാട്ടങ്ങളോ എന്ത് വാങ്ങിക്കൊടുത്താലും അവർ സന്തോഷിക്കും. ആ രീതിയിലുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ കർക്കിടക രാശിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും ഈ വർഷം. കാരണം അത്യാഗ്രഹം മാത്രം പാടില്ല, എല്ലാത്തിനും ഒരുപാട് നമുക്ക് അറിയാതെ നമ്മൾ തോന്നിപ്പോകും നമുക്ക്. അപ്പം ആ രീതിയിലുള്ളതൊന്നും പോയി എടുത്ത് ചാടാതെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ എല്ലാവരും ബാധകാധിപതിയെ പറ്റി പറയാറില്ല. പക്ഷെ ഞാൻ പഠിച്ചത് ബാധകാധിപതിയും ചേർത്താണ് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയില്ല എന്തുകൊണ്ട് നല്ല സമയമല്ലേ എന്ന് വിചാരിക്കും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഈ ബാധകാധിപതിയല്ല ബാധകസ്ഥാനം. ആ ബാധകസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അത്യാഗ്രഹം വേണ്ട, ആഗ്രഹം മാത്രം മതി. എല്ലാം നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കർക്കിടകത്തിന്, അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയണ്ട. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ചില